ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ചിന്നിയും അവൾ എവിഡൻസ് ആയിട്ട് ഇവനെ പ്രൂവ് ചെയ്യുന്ന പറഞ്ഞ് പോയി കാണും. അങ്ങനെ അതിനുശേഷം ഷെന്നിനെ കണ്ടിട്ട് മൂമു ആണ് അവളെ വെറുതെ റാഗ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇവനെ അഡ്വൈസ് ചെയ്തിട്ട് അങ്ങ് പോകും. കാരണം ഇതിന് മുമ്പ് പഠിച്ച സ്കൂളിലും അവൾ കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള. അതിനുശേഷം അടുത്ത ദിവസം ചിന്നിയും അവളുടെ ചേച്ചി മരിച്ച ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഷൗബ എന്ന പേര് അപ്പൻഡിക്സ് എന്ന ആരെങ്കിലും മരിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞ് ഇവളൊരു പേഷ്യന്റ് ആയിട്ട് ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഡോക്ടറും അങ്ങനെ പേഷ്യന്റ് ഇൻഫോർമേഷൻ ഇവൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവളുടെ ചേച്ചിയെ കുറിച്ച് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഡോക്ടറിനെ അത് അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കഴിഞ്ഞ 20 വർഷത്തിൽ അപ്പൻഡിക്സ് കാരണം ആരും ഇവിടെ മരിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഇത് കേട്ട് ഇവളും കുറച്ച് വിഷമിച്ച് അവസാനം മനസ്സില്ലാതെ ഒരു പക്ഷേ എയ്ഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവിടെയും ചോദിക്കാൻ വേണ്ടി ആലോചിച്ച് നോക്കും. പക്ഷെ അവൾക്ക് മനസ്സിലാതെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഷെന്നാണ് ഇവളെ കണ്ട് ഞാനും നിന്നോട് ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവനും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കും. അപ്പോഴാണ് അവളും പുറകെ വന്ന് ഇവനിപ്പോ ഇവന്റെ അച്ഛനെ കാണാൻ വന്നേക്കുവാണ്, ഇവളുടെ ചേച്ചിയുടെ മെഡിക്കൽ റെക്കോർഡ് ഇവൻ ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി അതൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനും ഇവന്റെ അച്ഛനെ തമ്മിൽ അത്രയ്ക്ക് നല്ല ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം അവൻ്റെ അച്ഛനെ കാണാൻ വന്നിട്ട് സ്കൂളിൽ ആർട്സ് ആണോ സയൻസ് ആണോ എന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് സൈൻ വേണമെന്ന് പറയുമ്പം അവന്റെ അച്ഛനാണ് ഇവന് വേണ്ടി സയൻസ് ചൂസ് ചെയ്ത് അതിന്റെ അടുത്ത് സൈൻ ഇട്ട് കൊടുക്കും. അത് കണ്ട് അവനാണ് ദേഷ്യത്തി ഞാൻ നിങ്ങളോട് സൈൻ ഇടാനേ പറഞ്ഞുള്ളൂ, അല്ലാതെ എനിക്ക് വേണ്ടി ചൂസ് ചെയ്യാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവൻ ആർട്സാ സെലക്ട് ചെയ്യാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ അച്ഛനും ആർട്സ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, സയൻസ് പഠിച്ച ഇദ്ദേഹത്തിന് പോയി നല്ല ഡോക്ടറായിട്ട് മാറാൻ പറ്റുമെന്ന് പറയും. അപ്പോഴാണ് അവനും എന്ത് കാരണവശാലും നിങ്ങളെ പോലെ ഒരു ഡോക്ടറായിട്ട് ഞാൻ മാറത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ എതിരായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അദ്ദേഹം അവസാനമായിട്ട് പറയുന്നത് വെറുതെ അച്ഛനുള്ള ദേഷ്യത്തിൽ ഇവന്റെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ടെന്ന്. അങ്ങനെ ചൈൽഡിഷ് പരിപാടി കാണിക്കാതെ സയൻസ് തന്നെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ അവൻ ഇതേപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് മനസ്സിലാക്കാതെ എപ്പോഴും നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ അച്ഛനെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് മരിച്ചുപോയ ഷൗബ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഓർമ്മയുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അവളുടെ മരണത്തിൽ നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമെന്ന് അവൻ അച്ഛനോട് ചൂടായിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ചിന്നുവാണ് വീട്ടിൽ നിന്ന് അവളുടെ അമ്മ കടയിൽ പോയതിനു ശേഷം അവൾ അവിടുത്തെ ലോക്കറിൽ നിന്ന് ഇവളുടെ ചേച്ചിയെ കുറിച്ച് വല്ല ഇൻഫർമേഷൻ കിട്ടുന്ന തപ്പാൻ നോക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അവളുടെ അമ്മയും ഞാൻ താക്കോൽ എടുക്കാൻ മറന്നുവെന്ന് പറഞ്ഞ് അത് നല്ലോണം ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. കാരണം ഇവരുടെ അമ്മ ആ ലോക്കർ തൊടാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവള് സംശയത്തി ഒരു പക്ഷേ ലോക്കറിനകത്ത് എന്തേലും ചേച്ചിയെ കുറിച്ചുള്ളതുകൊണ്ട് നമ്മളത് കാണിക്കാത്തെന്ന് പറഞ്ഞ് ഇവൾ അനിയനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട അനിയനും സത്യം പറയാണ് നമ്മൾ തന്നെ പൈസ കഴിഞ്ഞ് തെണ്ടി നടക്കുക, അതുകൊണ്ട് അമ്മ ആ ലോക്കറും എല്ലാം പൂട്ടി വെക്കണ എന്തേലും അതിനകത്ത് കാണുന്ന പറഞ്ഞ് അവന് സംശയപ്പെടും. ഒരു പക്ഷേ ഇവരുടെ ചേച്ചിയെ കുറിച്ചുള്ള വല്ല മെഡിക്കൽ റെക്കോർഡ് അതിനകത്ത് കാണുന്ന പറഞ്ഞ് ചിന്നിയും പറയുമ്പം വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി അമ്മയുടെ അടുത്ത് നമ്മൾ എന്തിനാ വഴക്ക് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് അനിയന് ഇതൊന്നും വേണ്ടെന്ന് പറയും. കാരണം ഒരു പക്ഷേ ഇനി ചേച്ചി എയ്ഡ്സ് കാരണം മരിച്ചെങ്കിൽ പിന്നെ അമ്മയച്ഛന് നമ്മൾ പേടിക്കാതിരിക്കാനായിരിക്കും ഈ സത്യം ഒന്നും പറയാത്തേന്ന് പറഞ്ഞ് അവൾ ഇതൊക്കെ ഇതവിടെ നിർത്താൻ പറയുമ്പം അവളാണ് ഒരു പക്ഷേ ചേച്ചി എയ്ഡ്സ് ഒന്നും മരിച്ചാലും അതറിഞ്ഞാല് ഇവൾക്കൊരു സമാധാനമുള്ളെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവർ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കുറച്ച് ദിവസം വെക്കേഷൻ വരുമ്പോഴാണ് ചിന്നിയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് ചെല്ലും. അതേസമയം ഇവിടേക്ക് വന്നത് ചിന്നിയുടെ അമ്മയ്ക്കാണ് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും കണ്ട് ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മൂമ്മ അനിയനെ മാത്രം ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടായി ഇവനെ കുറച്ച് ചെലവിന് പൈസ കൊടുക്കും. അതിനുശേഷം ഇതിനെ കുറിച്ച് ചിന്നു അറിയേണ്ടെന്ന് അറിഞ്ഞ് ഇവരൊക്കെ ഇവനോട് മാത്രം സ്നേഹം കാണിക്കും. അതേസമയം ചിന്നു ഇവിടേക്ക് വന്നത് എന്തായാലും നന്നായെന്ന് പറഞ്ഞ് അവളുടെ ചേച്ചിയെ കുറിച്ചുള്ള അന്വേഷണം ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കും. അതേസമയം ഇവിടെ വെക്കേഷന് ഷെന്ന അവന്റെ കൂട്ടുകാരന്മാരായിട്ട് പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാണ് അവന്മാരാണ് ഈ ചിന്നിയുടെ ചേച്ചി കാണാൻ നല്ല ലുക്കായിരുന്നു എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ അവളുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഷെന്നിന്റെ കൂട്ടുകാരന്മാരാണ് അവളുടെ ചേച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സ്കൂളിൽ സ്പ്രെഡ് ചെയ്ത്. അങ്ങനെ വല്ല ഭയന്മാര് അവളോട് പാവമായിട്ട് സംസാരിച്ച ആ ചിന്നു അപ്പ തന്നെ വീഴുന്നോന്നറിഞ്ഞ് ഇവന്മാരും പറയുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്ന ഷെന്നിനാണ് ഭയങ്കര ദേഷ്യം വന്നോണ്ടിരിക്കും. അങ്ങനെ ഷെന്നിന്റെ കൂട്ടുകാരന്മാരിൽ ഒരുത്തൻ ചിന്നുവിനെ ഗ്രാമത്തിൽ എത്തിച്ചതിന് മുമ്പ് ഡേറ്റ് ചെയ്തൊരു പയ്യന്റെ ബ്രദറാ, അതുകൊണ്ട് അവനാണ് ഇവനോട് ഈ കാര്യമൊക്കെ ഷെയർ ചെയ്തത്. അതിനുശേഷം ഈ കാര്യം അറിഞ്ഞ് ഷെന്നാണ് അവളോട് ഇതിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ചിന്നു അവളുടെ ചേച്ചിയെ കുറിച്ച് അടുത്തുള്ള കടയിലേക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അറിയാൻ വരുന്ന കൊച്ചിലെ തന്നെ ഇവളുടെ ചേച്ചിയെ ഇവരുടെ പാരന്റ്സ് ഗ്രാമത്തെ ഒറ്റയ്ക്കാക്കിട്ടാ പോയത്. അങ്ങനെ അവളെ നോക്കിക്കോളാൻ ഇവളുടെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവളെ നല്ലോണം കെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ ഇവളുടെ ചേച്ചി സ്വന്തമായിട്ട് ടാലന്റഡ് ആയി അവൾ വലിയ വലിയ ഫേമസ് ആയ ഡാൻസ് അക്കാഡമിയിലൊക്കെ പോയി ചേർന്ന്. പക്ഷെ എന്നിട്ട് അവസാനം എന്തിനാ അവൾ ആർട്ട് സ്കൂളിൽ ചേർന്നെന്ന് അവർക്ക് മനസ്സിലായില്ലെന്ന് ആ കടയിലുള്ള ലേഡി പറഞ്ഞൊക്കെ ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളുടെ ചേച്ചിയുടെ റൂം കുറെ തപ്പി നോക്കുമ്പോഴാണ് അവൾ അനിയത്തി ഇവിടേക്ക് ഇവളെ കാണാൻ വരുവാണ്, അവൾക്ക് കഴിക്കാൻ വേണ്ടി കുറെ മിഠായിക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കും. അങ്ങനെ അതൊക്കെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ അമ്മയും താഴെ ഇരുന്ന് ഇവരെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായത്തിന് വിളിക്കും. അപ്പോഴാണ് അനിയനും ഈ ലൈറ്റ് എന്തിനാ അമ്മ കളയുന്നതെന്ന് പറഞ്ഞ് ഇത് ഷൗബയ്ക്ക് ജിൻഡറി വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറയും. ഇത് കേട്ട് അവരുടെ അമ്മയും ഇത് കളയാൻ പറഞ്ഞ പുറത്തേക്ക് കളയടാന്ന് പറഞ്ഞ് അവരത് എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവിടെ ഷെന്നാണ് അവന്റെ അച്ഛൻ ആ ഫോമിനകത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്തുകൊണ്ട് ഇവന് പുതിയ ഫോം വാങ്ങിച്ച് അവന്റെ അച്ഛന്റെ സൈൻ കോപ്പി അടിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അവന്റെ കൂട്ടുകാരന്മാരെ കൊണ്ട് ആ സൈൻ ഇടിപ്പിക്കുമ്പോഴാണ് ഇവൻ അത് എടുത്തോണ്ട് അവൻ അച്ഛൻ ഇഷ്ടപ്പെടാത്ത ആർട്സ് തന്നെ എടുക്കാൻ പോകാന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും വീണ്ടും ഓർത്ത് നോക്കുന്ന വെറുതെ അച്ഛനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇവന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണമെന്ന്. അങ്ങനെ അതുകൊണ്ട് അപ്പം തന്നെ അവന്
അവനും തീരുമാനം മാറ്റും. അങ്ങനെ അന്ന് രാത്രി ഇവര് വന്ന കാര്യം അറിഞ്ഞ് ചിന്നിയോട് അങ്കിൾ ആന്റിയും കൂടെ അവിടേക്ക് വരുമ്പോഴാണ് ആന്റിക്കാണ് തലയ്ക്ക് സുഖമില്ല. അതുകൊണ്ട് ഇവളെ കണ്ട ഉടനെ ശോഭയെ നീ തിരിച്ചെത്തിയെന്ന് പറഞ്ഞ് അവളുടെ ചേച്ചിയാന്ന് വിചാരിച്ച് ഹഗ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവെല്ലാം പിടിച്ചു മാറ്റി ഇത് ശോഭയൊന്നുമില്ല അവളുടെ അനിയത്തിയാന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അങ്കിളൊന്ന് ഇവരോടൊക്കെ സോറി പറഞ്ഞിട്ട് ശോഭ പോയതിനു ശേഷം അവള് മെന്റലി കുറച്ച് സുഖമില്ലാതായിപ്പോയെന്ന് അറിയാം. കാരണം ശോഭയോട് അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് അവളുടെ മരണം ഇവരെ കുറെ ബാധിച്ച്. അങ്ങനെ അതും പറഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ അനിയനും ചിന്നിയും കൂടെ എന്തായാലും അവരങ്ങനെ ഒന്ന് ഹഗ് ചെയ്യുന്ന വിചാരിച്ചു നോക്കില്ലെന്ന് പറഞ്ഞ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. എന്തായാലും ആന്റി അവളെ വിചാരിച്ച് ഇത്രയും വിഷമിച്ച് ഹഗ് ചെയ്യാൻ കാരണം ശോഭയ്ക്ക് എന്തായാലും പറ്റിക്കാണോന്ന് ഇവിടെ ചിന്നിയെ സംശയിച്ച് ചോദിക്കും. അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇവര് കുറെ ആഗ്രഹിച്ചിരിക്കുക. അതിനുശേഷം അടുത്ത ദിവസം ഷെന്ന അവന്റെ ഫ്രണ്ട്സായിട്ട് പുറത്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുമ്പോഴാണ് അവന്മാരാണ് ഇവനിപ്പോ സയൻസ് ചൂസ് ചെയ്ത് അറിഞ്ഞിട്ട് ഇവനെതിനെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റുകയും ചോദിക്കും. അപ്പോഴാണ് ഷെന്നും വെറുതെ അച്ഛൻ ചൂസ് ചെയ്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവൻ ഇഷ്ടപ്പെട്ട സയൻസ് മാറ്റിക്കളയുന്ന തെറ്റായ കാര്യം അവൻ മനസ്സിലാക്കിയെന്ന് അറിയും. അതേസമയം ഇവിടെ ചിന്നു ലൈബ്രറിയിൽ ചെന്ന് അവള് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ക്രഷ് മിൻകയാണ് അവിടേക്കൊന്ന് ഇവളെ കാണും. അങ്ങനെ അതിനുശേഷം ഇവരുണ്ടേരും കൂടെ പുറത്തേക്ക് പോയി സംസാരിക്കും. അങ്ങനെ കണ്ടിട്ട് കുറെ ദിവസമായി പറഞ്ഞ് അവൻ ഇവൻ അയച്ച ലെറ്ററൊക്കെ ഇവളെന്തിനാ റിപ്ലൈ തരാത്തേം ചോദിക്കും. അപ്പോഴാണ് അവളത് ഷോക്കായി ഇവൾക്ക് അങ്ങനെ ലെറ്റർ ഒന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇവൻ അഡ്രസ് മാറിപ്പോയി കാണുമെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഞാനായിരിക്കും തെറ്റായ അഡ്രസ് അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് ഇവളെന്നാളെ ലൈബ്രറിയിലേക്ക് പഠിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഒരു പുതിയ സ്കൂളിൽ ചേർന്നുകൊണ്ട് ഇവൾക്ക് കുറെ നോളജ് കിട്ടി കാണുമെന്ന് പറഞ്ഞ് അതൊക്കെ അവനെ ഷെയർ ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം അവളാണ് ഇവളുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് വന്നതിന് ഇപ്പൊ താങ്ക്സ് പറയും. കാരണം എയ്ഡ്സ് ആണെന്ന് വിചാരിച്ച് നാട്ടുകാരും തന്നെ ഇവരോട് അടുക്കത്തില്ല. അതുകൊണ്ട് അവനും ശോഭയ്ക്ക് വേണ്ടി ഞാൻ തന്നെ നിന്റെ അടുത്തൊന്ന് മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളുടെ ചേച്ചിയും വേറെ വേറെയാന്ന് പറയും. അതിനുശേഷം ഇവളെ ഷെന്നും അവന്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചിന്നുവാണ് ഇവൾക്ക് മെസ്സേജ് ചോദിക്കും. ഇവൾക്ക് വന്ന ലെറ്റർസ് ഒക്കെ ഇവനാണ് എടുത്ത് ഒളിച്ചു വെച്ചതെന്ന്. കാരണം സ്കൂളിലേക്ക് വരുന്ന ലെറ്റർസ് എല്ലാം കളക്ട് ചെയ്യുന്ന ഷെന്നാണ്. അപ്പോഴാണ് അവനും വീണ്ടും ഒരു പാവപ്പെട്ടവനെ ഇങ്ങനെ അക്യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അത് അവനല്ല ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അവളും തിരിച്ച് മെസ്സേജ് അയക്കുന്നത് എങ്കിൽ പിന്നെ ഇവളുടെ ചേച്ചിയുടെ മെഡിക്കൽ റെക്കോർഡ് കിട്ടാൻ വേണ്ടി അവളെ സഹായിക്കണമെന്ന്. അങ്ങനെ ഒരു ഫാമിലി മെമ്പറായിട്ട് ഇവനോ റിക്വസ്റ്റ് ലെറ്റർ അയച്ചെന്നേക്കാന്ന് പറഞ്ഞ് ആ ഫോം ഇവൻ അയച്ചു കൊടുക്കും. അങ്ങനെ ആ മെസ്സേജ് ആണ് അവനെ സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ സഹായം ചെയ്താൽ തിരിച്ച് നീ എനിക്ക് എന്തെന്ന് പറഞ്ഞ് അവളോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് ഇവന്റെ കൂട്ടുകാരന്മാരും ഇവനേതോ പെണ്ണിനോട് പ്രണയത്തിലാന്ന് പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ആന്റിയെ കെയർ ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടർ അവിടേക്ക് വരുമ്പോഴാണ് ഇവളാണ് അവരെ കണ്ട് ഇവളുടെ ചേച്ചിയെ കുറിച്ച് മനസ്സിലാക്കാൻ വിചാരിക്കും. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവർ ഈ ഗ്രാമത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് അവളും ഇവളുടെ ചേച്ചിയെ കുറിച്ചെല്ലാം അറിയാൻ ചോദിക്കുമ്പോൾ അവർ അറിഞ്ഞു കേട്ടിട്ടേ ഉള്ളു, അല്ലാതെ ഇവരവളെ ടേക്ക് കെയർ ചെയ്യുന്ന ചെയ്തിട്ടില്ലെന്ന് അറിയും. അങ്ങനെ നാട്ടുകാരൊക്കെ അവളുടെ മരണത്തിന് അങ്ങനെ പറയാനുള്ള കാരണം അവൾ 20 വയസ്സിന് മുമ്പേ തന്നെ അവളറിയാതെ തന്നെ പ്രഗ്നന്റ് ആയി പോയി. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് ഇവളുടെ അമ്മയും ഒരു ദിവസം ദേഷ്യത്തിൽ അവളെ നടിച്ചായിരുന്നു. പക്ഷെ അന്ന് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയാത്തോണ്ട് നാച്ചുറലായിട്ട് തന്നെ അബോർഷനായി പോയി. അതുകൊണ്ട് തന്നെയാ ഇവൾ എയ്ഡ്സ് കാരണം മരിച്ചാണെന്ന് നാട്ടുകാരൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് സത്യം എന്താന്ന് ഇവർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതേസമയം ഷെന്നാണ് അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അദ്ദേഹം ഇപ്പൊ 4 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവൻ ഇഷ്ടപ്പെട്ട പീസയൊക്കെ വാങ്ങിച്ചു തരാൻ പറയും. അപ്പോഴാണ് അവനും ചിരിച്ചിട്ട് അതൊക്കെ കൊച്ചുകാലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട അതൊക്കെ എപ്പോഴും വെറുത്തോയെന്ന് പറഞ്ഞ് അവനിപ്പോ 17 വയസ്സായെന്ന് പറയും. അങ്ങനെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം ഇദ്ദേഹം. കൂടാതെ അപ്പൂപ്പ മരിച്ച കാര്യം പോലും ഇവനോട് പറഞ്ഞില്ലെന്നറിഞ്ഞ് അവൻ അച്ഛനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയും ആ സമയത്ത് ഇവൻ എൻട്രൻസ് എക്സാം ചെയ്യുന്നുണ്ട്, അതിന്റെ അപ്പൂപ്പ മരിച്ച കാര്യം പറഞ്ഞ് വെറുതെ കോൺസെൻട്രേഷൻ പോകണ്ടെന്ന് വിചാരിച്ചെന്ന് പറയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി എനിക്ക് ഈ പരീക്ഷയെക്കാളും എന്റെ കുടുംബം വലുത്, പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെയാ മാറ്റർ എന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൻ കൊച്ചായിരുന്നപ്പോഴും ഇവന്റെ അമ്മ എപ്പോഴും അതും പറഞ്ഞ് വഴക്കോടാറുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ പേഷ്യന്റ് കാണിക്കുന്ന സ്നേഹം പോലും സ്വന്തം വീട്ടുകാരോട് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മ പറഞ്ഞ വഴക്കൂടിയ കാര്യങ്ങളൊക്കെ ഇവൻ ആലോചിച്ച് വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ അന്നത്തോടെയാണ് ഇവന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം ഇവൻ അവരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവന്റെ അമ്മ എപ്പോഴും കൊച്ചുകാലത്ത് ഇവനെ വിളിച്ചോണ്ടായ സ്ഥലത്താണ് അവൻ കൂടുതൽ സമയം മൈൻഡ് റിലാക്സ് ചെയ്യുന്നത്. അതിനുശേഷം അവനും അവന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് അവരിപ്പോ സ്റ്റുഡിയോ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ ഇവൻ വിളിച്ച കാര്യം പറയാന്നറിയും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവനും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അന്ന് രാത്രി ചിന്നിയും ഷെന്നിവൾക്ക് അയച്ചെന്ന മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഇവളുടെ ചേച്ചിക്ക് എയ്ഡ്സ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടേക്കും. അങ്ങനെ അതോടെ അവൾക്ക് ഉറപ്പായി ഇവളുടെ ചേച്ചി സത്യത്തിൽ മരിക്കാനുള്ള കാരണം. പക്ഷെ എന്നാലും സത്യം അറിഞ്ഞിട്ട് കൂടുതൽ അവൾ വിഷമത്തിലേക്കായ. അങ്ങനെ അതിനുശേഷം അവളും ലൈബ്രറി ചെന്ന് പഠിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് ഇവളെ കണ്ടിട്ട് ഇത്ര സമയം ഇവൾ എവിടെ പോയിരുന്നെന്ന് അറിഞ്ഞ് ഇവളെ വഴക്കുറയും. അങ്ങനെ ഒരു പെങ്കൊച്ച് ഈ സമയത്ത് പുറത്തേക്ക് വന്ന് അത്ര സേഫ്റ്റി ഇല്ലെന്ന് പറഞ്ഞ് അവളിനി ഇത് ആവർത്തിക്കലെന്ന് പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കും. അപ്പോഴാണ് അവിടെ അനിയനും ചേച്ചി മാത്രം ജോലി ചെയ്യാതെ സ്റ്റഡി റൂമിൽ ചെന്ന് പഠിക്കുവാണെങ്കിൽ ഞാൻ അവിടെ പോകാന്ന് പറയുമ്പോൾ അച്ഛനാണ് ഇവനെ ആക്കിവിടും സ്റ്റഡി റൂമിൽ ചെന്ന് ഗെയിം കളിക്കാനല്ലെന്ന്. അതിനേശം ഇവിടെ ചിന്നുവാണ് അനിയനോട് എല്ലാം സത്യം പറയും. നാട്ടുകാർ പറയുന്ന പോലെ തന്നെ ചേച്ചി മരിച്ചോ എന്ന്. ഇത് കേട്ട് അനിയനാണ് ഷോക്കായി. അപ്പൊ അമ്മയും അച്ഛനൊക്കെ നമ്മളോട് ചുമ്മാ കള്ളം പറഞ്ഞാണെന്ന് അറിഞ്ഞ് ഇവനും മൊത്തം ഞെട്ടിപ്പോകുമ്പോൾ അവള് മറ്റേ കാര്യം കൂടെ പറയും. അവൾ 20 വയസ്സിന് മുമ്പേ തന്നെ പ്രഗ്നന്റ് ആയി അതില്ലാതായി പോയതാണ്. ഒരു അവളുടെ ബോയ് ഫ്രണ്ട് കാരണമായിരിക്കോ അവൾക്ക് ഈ അസുഖം വന്ന് മരിക്കേണ്ട കാര്യം വന്നേന്ന് പറഞ്ഞ് ഇവൾ അനിയനോട്
ഷിന്നിനോട് പറയുമ്പം അവൻ അതിന് നമ്മുടെ എല്ലാം പ്രൂഫ് ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇനി അവൻ ആരാന്ന് കണ്ടെത്തണം എന്നറിഞ്ഞ് ഇവള് തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഷെന്നിന്റെ അച്ഛനാണ് മൂമുവിന്റെ കയ്യില് ബാസ്കറ്റ്ബോൾ മാച്ചിനുള്ള ടിക്കറ്റ് എടുത്താൽ കൊടുക്കും. കാരണം ഇദ്ദേഹം കൊടുത്താൽ അവനത് വാങ്ങിക്കത്തില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ ഇവളുടെ കൊടുക്കാനുള്ള കാരണം. അങ്ങനെ അതിനുശേഷം അവളും ഷെന്നിനെ കണ്ടെന്ന് സംസാരിക്കുമ്പോഴാണ് ഇത് കാണുന്ന ബാക്കി എല്ലാവരും കൂടെ ഇവര് പണ്ട് തൊട്ടേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാന്ന് അറിഞ്ഞ് അവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ മിൻകയും അവളുടെ കൂടെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഷിന്നിനെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ പേടിച്ചങ്ങ് പോകും. അതേസമയം ഇവനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞ് അവളോട് ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവളുടെ അമ്മയും ഇവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ദേഷ്യത്തെ അവിടെ ചെന്ന് ഇവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും. അങ്ങനെ അവന് അവരോട് സംസാരിക്കാൻ നോക്കിയാലും അവരാണ് ഇവൻ ആരാന്ന് അറിയേണ്ട ആവശ്യമില്ലെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതിനുശേഷം ഷെന്നിന്റെ കൂടെ വീട്ടിലേക്ക് ചെന്നിട്ട് മൂമു ആണ് ഇവളുടെ അങ്കിള് ഫ്രീ ആയിട്ട് ഈ ടിക്കറ്റ് തന്നെയെന്ന് അറിഞ്ഞ് ഇവൻ ഈ ബാസ്കറ്റ്ബോൾ മാച്ച് കാണാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് അവനത് മനസ്സിലാക്കുന്ന ഇന്നലെ ആശുപത്രി വെച്ച് തന്നെ ഇവന്റെ അച്ഛന്റെ ഈ ടിക്കറ്റ് ഉള്ള അവൻ കണ്ടായിരുന്നെന്ന്. അങ്ങനെ അതുകൊണ്ട് അവനിത് വേണ്ടെന്ന് വെക്കുമ്പം അവളാണ് ഇപ്പോഴും അപ്പൂപ്പൻ കാരണം ഇവന്റെ അച്ഛനോട് ദേഷ്യമാണെന്ന് ചോദിക്കും. കാരണം അപ്പൂപ്പൻ മരിക്കാനുള്ള കാരണം ഇവന്റെ അച്ഛനാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവളാണെ പറയും അപ്പൂപ്പൻ എന്തായാലും രക്ഷിക്കാൻ പറ്റത്തില്ല, അവിടെ ഒരു ഡോക്ടറായിട്ട് ചിലപ്പോൾ നിന്റെ അച്ഛനെടുത്ത് നല്ല തീരുമാനമായിരിക്കും എന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടുത്താൻ നോക്കുമ്പം അവനാണ് ദേഷ്യത്തി അദ്ദേഹം നല്ല സ്കില്ലുള്ള ഡോക്ടറാണെങ്കിലും എന്റെ അപ്പൂപ്പൻ ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടെന്ന് അദ്ദേഹത്തിനോടും ചോദിച്ചു നോക്കിയാന്ന് പറഞ്ഞ് ഇവനാണ് ചൂടാകും. അങ്ങനെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ എല്ലാ ഡിസിഷനും സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു സെൽഫിഷ് ആണെന്ന് ഇവന്റെ അച്ഛനെ പറയും. കൂടാതെ എന്തായാലും ഒരു ദിവസം അദ്ദേഹത്തിന്റെ പൈസ എല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയും. അതേസമയം ചിന്നുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടെന്ന അമ്മയാണ് ദേഷ്യത്തി പഠിക്കാൻ പോകുന്ന നീ എന്തിനാ അവനോട് സംസാരിക്കുന്ന പറഞ്ഞ് അവളെ വഴക്ക് പറയുമ്പോൾ ഇവളും പഠിക്കുന്ന വഴിക്ക് അവനെ കണ്ടുമുട്ടിയതെന്ന് പറയും. അല്ല ഞങ്ങൾ തമ്മിൽ ഒന്നില്ലെന്ന് പറഞ്ഞ് ഇവൾ അമ്മയോട് ദേഷ്യപ്പെടുമ്പം ഇത് കേട്ട് അവളുടെ അമ്മയാണ് ഇതേപോലെ ആയിരുന്നു നിന്റെ ചേച്ചിയും ആദ്യം എന്നോടൊന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് അവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അതുകൊണ്ട് പഠിത്തത്തിനെക്കാളും വലുത് നമ്മുടെ മാനമെന്ന് പറഞ്ഞ് ഇവളുടെ ചേച്ചിയെ പോലെ ഇവൾ കാണുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ അതെല്ലാം കേട്ട് അവൾ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവളുടെ അമ്മയെ നാളെ തൊട്ട് ഇനി വേറൊരു പയ്യന്മാരായിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അപ്പനാണ് അവര് പോയതിനു ശേഷം ആന്റിയാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ശോഭ നീ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് പെട്ടെന്ന് അവളെയും വിളിച്ചോണ്ട് ഇവളുടെ അമ്മയും അച്ഛനും കാണാൻ പോകുന്ന പറഞ്ഞ് കൊണ്ടുപോകും. അതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ഇവരുടെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവളുടെ അങ്കിളും കണ്ടിട്ട് ഇതിന്റെ ശോഭയൊന്നുമല്ല ഇത് അവളുടെ അനിയത്തിയാന്ന് പറഞ്ഞ് അവരും വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം ചിന്നിയും പുറകെ തന്നെ വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിന് ശേഷം ഇവളുടെ ആന്റിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ചിന്നിയുടെ പേരൻസ് ആണ് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് ഇവരെ സമ്മാനിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളാണ് ആന്റി ഓർത്തിട്ട് എനിക്ക് പാവം തോന്നുമെന്ന് പറഞ്ഞ് ഇവരോട് പറയുമ്പം ആന്റിയെക്കാളും നിന്റെ അങ്കിളാ പാവപ്പെട്ടാനെന്ന് പറഞ്ഞ് അവർ ഇത്രയും വർഷം അദ്ദേഹം നോക്കിയപാട് ഇവർക്കേ അറിയത്തുള്ളെന്ന് പറയും. അങ്ങനെ ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെപ്പോഴും ഉപേക്ഷിച്ചിട്ട് പോയേനെ. പക്ഷെ അങ്കിളുടെ നല്ല മനസ്സാർന്നോ അദ്ദേഹം ഇപ്പോഴും ഡോക്ടറിനെ വിളിച്ചുകൊണ്ടുപോയി അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അന്ന് രാത്രി ചിന്നുവാണ് അവളുടെ ചേച്ചി അടക്കിയ സ്ഥലം കാണാൻ പോണെന്ന് പറഞ്ഞ് അനിയനെ വിളിച്ചോണ്ട് കൂട്ടിനാവും. അപ്പോഴാണ് അവനും പേടിച്ച് ഞാൻ തന്നെ ഒരു പേടിത്തൊണ്ടല്ലോന്ന് പറഞ്ഞ് അവനും കൂടെ വന്നോണ്ടിരിക്കും. അതിനുശേഷം അവളും കുറെ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ഇവളുടെ ചേച്ചി സുരക്ഷയായിട്ട് കീപ്പ് ചെയ്തിരുന്ന അവരുടെ ഫാമിലി ഫോട്ടോവും അവൾ ആ തീക്കകത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ സന്തോഷമായിട്ട് നീ തന്നെ കീപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഇവരവളെ തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ വീട് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഇവര് കണ്ട് ഷോക്കാന്ന്. അതിനുശേഷം അടുത്ത ദിവസം നാട്ടുകാരെല്ലാം കൂടെ അവർ ഒന്നുകൂടിയിട്ട് വല്ല സഹായം വേണമെന്ന് പറഞ്ഞ് അവർ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അകത്തേക്ക് വരാൻ എല്ലാവർക്കും പേടിയാ. അതുകൊണ്ട് ഇവരും ചെറുതായിട്ടും തീ പിടിച്ചോളെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് ചിന്നിക്ക് അവളുടെ ചേച്ചിയുടെ ഒരു ഡയറി കിട്ടുന്നത്. അങ്ങനെ അതിനകത്ത് എന്റെ ഫസ്റ്റ് ലവ് അവനായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ലവിനെ കുറിച്ചൊക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കും. ഇതൊക്കെ വായിച്ചു നോക്കി അവളും ആ ബുക്ക് അവളുടെ കൂടെ എടുത്തോണ്ട് ഇവർ തിരിച്ച് സിറ്റിയിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് ഇവരുടെ സ്കൂളും തുറക്കുമ്പോഴാണ് എല്ലാവർക്കും ചുമ്മാ മെഡിക്കൽ ടെസ്റ്റ് ഫ്രീ ആയിട്ട് എടുത്തോണ്ടിരിക്കും. അങ്ങനെ ഷിന്നിയോ ആ ക്യൂവിൽ നിന്നിട്ട് അവൾ ചെന്ന് ടെസ്റ്റ് എടുക്കുമ്പോഴാണ് ആ സമയത്ത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെമ്പിള്ളേരും അവളുടെ ഷൂ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിനകത്ത് ഇടും. അങ്ങനെ അതിനുശേഷം ഇവളുടെ ഷൂ കാണാനില്ലെന്ന് പറഞ്ഞ് അവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കുമ്പം അവന്മാരാണ് ഇവളെ കളിയാക്കാൻ വേണ്ടി ചിന്നോട് അഴുക്കുപിടിച്ച ഷൂ ആരെല്ലാം കണ്ടോന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് കൂയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ഷൂ ഇല്ലാതെ തന്നെ ക്ലാസ്സിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ക്ലാസ്സിൽ ഇരുന്ന് കാണുന്ന ഷെന്നാണ് ഇവൾ ഷൂ ഇല്ലാത്ത കണ്ടിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ചെല്ലാതെ അവൻ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവൻ എല്ലാവരും പോയതിനു ശേഷം അവന്റെ ഷൂ എടുത്തു കൊടുത്തിട്ട് ഇത് ഇവളെ വേസ്റ്റ് കളയാൻ വേണ്ടി പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് അവളും അവൻ സഹായിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ആ ഷൂ ഇട്ടുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അവന് സൈഡിൽ നിന്ന് വാച്ച് ചെയ്ത് അവനെ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാർ അവിടേക്ക് വന്നിട്ട് നീ ആര് നോക്കിയാടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നേന്ന് ഇവന്മാരും നോക്കുമ്പോൾ ചിന്നിയൊന്ന് മനസ്സിലാക്കും. അങ്ങനെ ഇവനല്ല അവളെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എനിക്കെന്തോ വട്ടാണെന്ന് പറഞ്ഞ് ഇവന്മാരെ കളിക്കാൻ വിളിച്ചോണ്ട് പോകും. അതേസമയം വീട്ടിലേക്ക് വരുന്ന ഇവളെ കണ്ട് അവളുടെ അമ്മയാണ് ഇത് ഏത് പൈൻ്റെ ഷൂ ആണെന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവളും ഇവളുടെ ഷൂ കാണാതെ പോയതുകൊണ്ട് ഇവള് വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് ഒരു ഷൂ എടുത്തോണ്ടെന്ന് പറയും. പക്ഷെ അവളുടെ അമ്മയാണ് ദേഷ്യത്തി ഇത്രയും പ്രായമായിട്ട് നിന്റെ ഷൂ നിനക്ക് നോക്കിക്കോളാൻ വയ്യെന്ന് പറഞ്ഞ്
അവര് മനസ്സിലാക്കും ഇത് വേസ്റ്റ് നിന്ന് എടുത്തോണ്ടെന്ന് നല്ല സാധനം എന്നല്ല, ഇവൾക്ക് ഇത് ആരാണ്ട് തന്നെയാന്ന്. അങ്ങനെ എന്തോ സംഭവം എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോഴാണ് അവളാണ് സ്കൂളിൽ റാഗ് ചെയ്യുന്ന കാര്യമൊന്നും പറയത്തില്ല. അപ്പനാണ് അനിയൻ അവിടേക്ക് വന്ന് ചിന്നിനെ സ്കൂളിൽ എല്ലാവരും റാഗ് ചെയ്യാന്ന് പറഞ്ഞ് അവന് സത്യമെല്ലാം പറയും. അങ്ങനെ ചേച്ചിയുടെ മരണത്തിനെ കുറിച്ച് അവരെല്ലാം കളിയാക്കുമെന്ന് അറിയുമ്പം ഇത് കേട്ട് അമ്മയാണ് വിഷമിച്ചിട്ട് സത്യം അറിയാതെ ഇവളോട് വഴക്കുറഞ്ഞതിന് സോറി പറയും. കൂടാതെ സ്കൂളിൽ ഇവൾ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണ്, ആ കാര്യം എന്തിനാ അമ്മയോടൊന്ന് പറയത്തേന്ന് പറഞ്ഞ് ഇവളെ ചോദ്യം ചെയ്യും. അങ്ങനെ അവൾ തിരിച്ച് സംസാരിക്കാൻ വന്നാലും അവളുടെ അമ്മയാണ് എന്തായാലും നാട്ടുകാർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കത്തേ ഉള്ളു, പക്ഷെ ഒരു സമയമാകുമ്പം അവരൊക്കെ അത് മറന്നോളെന്ന് പറഞ്ഞിട്ട് ഇവൾ അധികം ആരോടും സംസാരിക്കണം എന്ന് പറഞ്ഞ് അവർ ജോലി ചെയ്യാൻ വേണ്ടി പോകും. അതിനേശം അനിയനാണ് ഇവളെ കണ്ടിട്ട് അമ്മ ഇത്ര സമയം എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവളും പറയും അമ്മ വിഷമങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടി പറയും, പക്ഷെ അവസാനം നമുക്ക് പറയാൻ വേണ്ടി ഒരു ചാൻസ് പോലും തരത്തില്ല, അവസാനം എല്ലാ ഡിസിഷനും അവർ തന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഈ മൂത്തവരൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് അവൾ ദേഷ്യത്തിരിക്കും. അങ്ങനെ ഒരു പക്ഷേ ശൗബയെ മരിക്കുന്ന മുമ്പേ തന്നെ അവൾ എന്തേലും ലൈഫിൽ കുറെ ഫേസ് ചെയ്താണെന്ന് അറിഞ്ഞ് അവളുടെ ദുഃഖങ്ങളൊക്കെ ആരും മനസ്സിലായി കാണത്തില്ലെന്ന് അറിയും. ഇത് കേട്ട അനിയനും അവളുടെ മനസ്സിൽ എന്തോ ദുഃഖമുള്ളതെന്ന് അറിഞ്ഞ് ഇവനും തിരിച്ചു ചോദിക്കുമ്പം അവൾ പ്രേമിച്ച ഭയം കാരണം എന്തായാലും പ്രശ്നമായി കാണുമെന്ന് അറിയും. അതുകൊണ്ട് അവനെ കണ്ടെത്തിയാല് അവളുടെ ചീത്തപ്പേര് മാറത്തുള്ളെന്ന് ഇവളും പറയുമ്പം അനിയനാണ് അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് അല്ലല്ലോ, കുറെ പയ്യന്മാർ അവൾ സെറ്റാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവൻ ആ കാര്യമൊക്കെ പറയും. അതിനേശം ഇപ്പം അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ചിന്നു ക്ലാസ്സില്ലാത്ത സമയം നോക്കി അവളുടെ ബാഗിനകത്ത് മൊത്തം വേസ്റ്റ് വർക്ക് അങ്ങ് ഇടും. അതിനേശം അത് കാണുന്ന അവളാണ് ഇവരോടൊക്കെ ഒന്ന് ദേഷ്യപ്പെടുമ്പം ഷെന്നന്റെ കൂട്ടുകാരനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെന്നാന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് തർക്കിച്ച അവനെ എതിർക്കുന്ന പോലെയാന്ന് പറയും. അതുകൊണ്ട് ഇവളും ഒരേശം ഷെന്നായിരിക്കും ഇതൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞ് എല്ലാ വേസ്റ്റ് എടുത്ത് അവന്റെ ബാഗിനകത്ത് അങ്ങ് ഇടും. പക്ഷെ അവന് ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. എന്നിട്ട് അവന്റെ കൂട്ടുകാരനും ഇവളെ ചെയ്ത് കണ്ട് ഷെൻ വെറുതെ വയ്ക്കത്തില്ലെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുമ്പം അതേസമയം ഇവൾ അത് ആലോചിച്ച് ടെൻഷൻ ഇരിക്കും. അപ്പനാണ് അവിടേക്ക് വരുന്ന മൂമും ഇവളെന്താ ആലോചിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞ് ചോദിക്കുമ്പം അവളും ക്ലാസ്സില്ലാത്ത സമയത്ത് ഷെൻ അവന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞയച്ച് ഇവളുടെ ബാഗ് മൊത്തം വേസ്റ്റ് വാരി ഇട്ടെന്ന് പറയും. അങ്ങനെ അതിന് പ്രതികാരമായിട്ട് ഇവൾ ആ വേസ്റ്റ് വാരി അവന്റെ ബാഗ് ഇട്ടുകൊണ്ട് വല്ല പ്രശ്നം വരുമെന്ന് പേടിച്ചിരിക്കാന്ന് പറയുമ്പോൾ മൂമു ആണ് അവളെ പറഞ്ഞ് സമ്മാനപ്പെടുത്തും. സത്യത്തിൽ ഇവൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഷെൻ എന്ന്, ചിലപ്പോൾ അവന്റെ ഫ്രണ്ട്സ് വേണം അങ്ങനെ ചെയ്തേക്കാം, പക്ഷെ അവൻ നല്ല പയനെന്നറിഞ്ഞ് അവനെ ഓർത്ത് പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ അതിനെ ഷീക്കാരി അറിഞ്ഞ ഷെന്നാണ് അവന്റെ കൂട്ടുകാരനെ വഴക്കുറഞ്ഞ് നീ കാരണോട് എന്റെ ബാഗ് മൊത്തം വേസ്റ്റ് ആയി അറിഞ്ഞ് അവൻ ആ സാധനമൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ചിന്നുവാണ് ഇതെല്ലാം കാണുന്നത്. അതിനേശം ഷെന്നും എന്റെ പേരും പറഞ്ഞ് നീ അവളെ റാഗ് ചെയ്യുന്നുണ്ട്, അവൾ എന്നെയാ തെറ്റിയിരിക്കുന്നതെന്ന് ഇവനെ വഴക്കുറയും. കൂടാതെ അവളുടെ ചേച്ചിയെ കുറിച്ചുള്ള സത്യം ഇവൻ ഈ സ്കൂളും മൊത്തത്തിൽ പകർത്തിയിട്ട് അതും അവൾ ഇവൻ ചെയ്തേ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനായിട്ട് കുറെ പനിഷ്മെന്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതൊക്കെ കാണാൻ വരുന്ന അവളാണ് ഇവനെ കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ചിന്നു ആലോചിച്ച് നോക്കും സത്യത്തിൽ മൂമു പറഞ്ഞ പോലെ ആ ഷെൻ ഇവൾക്ക് നല്ല മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആ ഷൂ തന്നതും കൂടാതെ വെള്ളത്തിൽ വീന്നപ്പോൾ രക്ഷിച്ചതും അതേപോലെ തന്നെ ഇവളുടെ പാന്റ് അന്ന് നനഞ്ഞിരുന്നപ്പോൾ ഇവൾക്ക് പനി പിടിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ അവളി പുറത്തു നോക്കി അവനെ കുറിച്ച് ഇപ്പൊ നല്ല രീതിക്ക് മനസ്സിലാക്കും. അതേസമയം ഇവരുടെ ഫാമിലിയാണ് ഇപ്പൊ കടത്തിലാണുള്ളത്. അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ ഉള്ള കടം തന്നെ തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഗ്രാമത്തിലെ വീട് കത്തിപ്പോയതുകൊണ്ട് നമ്മൾ അതിലും പൈസ ഇറക്കാൻ പോവാന്ന് പറഞ്ഞ് ഇവ രണ്ട് വിഷമിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ഷെന്നും താമസിച്ച് ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് ഇവന്റെ ഡെസ്കിനകത്ത് ഇവൻ ചിന്നിന് കൊടുത്ത ഷൂ പുതിയതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കാണുന്നത്. അങ്ങനെ അത് കണ്ട് അവനാണ് സന്തോഷത്തി അവൻ ഇട്ടേക്കുന്ന ഷൂ മാറ്റിയിട്ട് ഇവളിപ്പ തന്ന ഷൂ എടുത്തങ്ങിടും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവനും അവളുടെ അടുത്ത് ആ ഷൂ കാണിച്ചിട്ട് എന്തായാലും ഇത് കളയാൻ വേണ്ടിയിരുന്ന, പക്ഷെ ഒരാൾ ഇനി ക്ലീൻ ചെയ്ത് തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഇതിടാന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ഈ സെമസ്റ്റർ ഫുള്ളും അവന്റെ ഹോംവർക്ക് എഴുതി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ അതിന് പകരമായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇവന്റെ ഫോണും അതേപോലെ ഗ്രാമത്തിൽ നിന്ന് ഇവൾക്ക് വന്ന ലെറ്ററൊക്കെ ഇവളുടെ അടുത്ത് തന്നെ ഇപ്പൊ ഏൽപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഇവളുടെ ലെറ്റർ ഇപ്പൊ കയ്യിലില്ലെന്ന് അറിയും. അതുകൊണ്ട് അത് വീട്ടിലെന്ന് പറഞ്ഞ് നൈസിന് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവന് മൂമുനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഒരു പയ്യൻ വേറൊരു പെങ്കൊച്ചിന് വന്ന ലെറ്ററൊക്കെ ഒളിച്ചു വെച്ച് അവൾ കൊടുക്കാതിരിക്കുവാണ്, അതിന് റീസൺ എന്തോന്ന് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ഒരേ ലെറ്റർ എല്ലാം പയ്യന്മാരുടെ അടുത്ത് വരുവാണ്, ഇവൻ ചിലപ്പോൾ ജലസായി അവളോടുള്ള ഇഷ്ടം കാരണം അത് കൊടുക്കാതിരിക്കുന്നതെന്ന് അറിയും. അപ്പോഴാണ് ഷെന്നും ആ പയ്യൻ അങ്ങനെ പെട്ടെന്ന് പ്രണയത്തിൽ വീഴുന്ന വ്യക്തിയൊന്നല്ലെന്ന് അറിഞ്ഞ് ഇവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും അവൻ അങ്ങനെ മണ്ടത്തരൊക്കെ വിചാരിച്ചോണ്ടിരിക്കും, പക്ഷെ സത്യത്തിൽ അവൻ ആ പെങ്കൊച്ചിന് ഇഷ്ടമെന്ന് അറിഞ്ഞ് ഇവൾ ആ പയ്യൻ ആരാൻ ചോദിക്കും. അതോടെ അവനും പേടിച്ചിട്ട് ഞാൻ ചുമ്മാ ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് അതിന് ഡൗട്ട് ചോദിച്ചാന്ന് അറിഞ്ഞ് അവൻ ഐസിന് ആ ടോപ്പിക് അങ്ങ് മാറ്റും. അതേസമയം ഇവിടെ ഷെന്നിന്റെ അച്ഛനാണ് ഒരു നഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഷെന്നിന് ഈ നഴ്സിനോട് നല്ല ബന്ധമുണ്ട്, അതിന് കാരണം ഇവർ തമ്മിൽ ഇപ്പൊ പ്രണയത്തില്ല, പക്ഷെ ഈ കാര്യം ഷെന്നിനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് ഈ കാര്യം ഷെന്നിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവര് കുടുംബത്തോടെ ഒന്നിച്ച് ജീവിക്കാന്ന് അവരും പറയുമ്പോഴാണ് ഇതേക്കുന്ന ഷെന്നിന്റെ അച്ഛനാണ് അവനോട് ഇപ്പൊ പറഞ്ഞ ചിലപ്പോ അവൻ നല്ല ദേഷ്യപ്പെടും പറഞ്ഞ് അവൻ പരീക്ഷ എല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകുന്നവര് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ അവൻ കുറച്ച് മെച്യൂറായി ഇതിനൊക്കെ സമ്മതിക്കത്തുള്ളെന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ഇവരുടെ ബന്ധം അവന്റെ അടുത്ത് പറയുന്നതിന് നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവർക്കത് ചെറിയ വിഷമമുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കത്തില്ല. എന്നിട്ട് ഇവിടെ ഷിന്നോയുടെ വീട്ടിലാണ് അവൾ അനിയനും കൂടെ
കൂടെ ഒരു പ്ലാൻ ചെയ്യും ഇവരുടെ അമ്മ സത്യത്തിൽ ആ ലോക്കറിനകത്ത് എന്തോ വച്ചേക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ അതുകൊണ്ട് അനിയനും നാളെ സ്കൂളിൽ ഇവരുടെ വീടിന്റെ പത്രം ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയോട് ഇത് എടുത്തു തരാൻ പറയുമ്പം അവരാ ലോക്കർ തുറന്ന് ഇവനത് എടുത്തു കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ആ സമയം നോക്കി ചിന്നു കിച്ചണിരുന്ന് കുറച്ച് ചൂടുള്ള ഇവളുടെ കൈക്കകത്തം കഴിക്കും. അങ്ങനെ ആ ശബ്ദം കേട്ട് അമ്മ പെട്ടെന്ന് അവിടെ ഓടി ചെല്ലുമ്പോഴാണ് അനിയനും പെട്ടെന്ന് ഷെന്നിന്റെ മൊബൈൽ എടുത്തിട്ട് അവൻ കാണുന്നെല്ലാം അതിൽ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അതിനുശേഷം അവസാനം ചിന്നു അമ്മയുടെ അടുത്ത് നിന്ന് മരുന്നിട്ടതിന് ശേഷം അനിയനെ കണ്ടെന്ന് സംസാരിക്കുമ്പോഴാണ് അവന് അമ്മ കാണാതിരിക്കാൻ വേണ്ടി ഇവൻ കുറച്ച് ഫോട്ടോസേ അവിടെ നിന്ന് എടുത്തുള്ളൂ പറയും. അങ്ങനെ അതൊക്കെ ഇവൾക്ക് ഇപ്പൊ കാണിക്കുമ്പോഴാണ് അതിനകത്ത് ഇവരുടെ ചേച്ചിയുടെ മെഡിക്കൽ ബില്ലാണുള്ളത്. അതും കുറെ ലക്ഷങ്ങളാ ഇവർക്ക് ബില്ലടയ്ക്കാനുള്ള. അങ്ങനെ ഇവരുടെ കസിൻ റൂയി ആണ് കുറച്ച് പൈസ കൊടുത്ത് ഇവർ സഹായിച്ചത്. അതുകൊണ്ട് ആ റിസിപ്റ്റ് കണ്ടിട്ട് ഇവളാണ് എന്തിനാ കസിൻ റൂയി നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് സഹായിച്ചെന്ന് പറഞ്ഞ് അനിയനോട് സംശയം ചോദിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ നല്ല റിച്ച് ആയതുകൊണ്ട് നമ്മളോട് പാവം തോന്നി തന്നെയായിരിക്കും പറഞ്ഞ് അവനും പറയും. അതിനേശം അവളും വേറെ ഫോട്ടോസ് ഒന്നും ഇല്ലാത്ത കണ്ട് നിനക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയും. അതിനേശം അനിയനാണ് എന്തായാലും ചേച്ചി അസുഖം വന്ന് മരിച്ചുപോയി, ഇനി അവളുടെ മരണത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് എന്തോ കാര്യം എന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ വിട്ടുകളയാൻ വേണ്ടി പറഞ്ഞിട്ടോ. പക്ഷെ അവളതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോഴും ഇവരെ ചേച്ചി മരിക്കാൻ വേണ്ടി എന്തോ സംഭവം നടന്നുകൊണ്ടെന്ന് പറഞ്ഞ് ഇവളെ അലയിച്ചുകൊണ്ടിരിക്കും. അതിനേശം അടുത്ത ദിവസം ഇവർ അമ്മയെ കടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പൈസ വെക്കുമ്പോഴാണ് ലോക്കറിൽ ഇരുന്ന പൈസക്ക് ചെറിയ കുറവ് വരും. കാരണം ഇന്നലെ അനിയൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നൈസിന് അടിച്ചു മാറ്റി കാണും. അതുകൊണ്ട് അമ്മ ഈ കാര്യം മനസ്സിലാക്കി ഇവർ രണ്ടുപേരും അങ്ങ് പൊക്കും. അതിനേശം അനിയൻ പൈസ എടുത്ത കുറ്റം സമ്മതിച്ചെന്ന് പറഞ്ഞ് ഇവളോട് ഇപ്പൊ ചോദിക്കും ഈ സെൽഫോൺ ആരുടെയാന്ന്. അപ്പോഴാണ് അവളും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഇവൾക്ക് കളഞ്ഞിട്ടിയതാന്ന് അറിയുമ്പം അവളുടെ അമ്മ ഇത് ദേശത്തി അപ്പൊ നീ കട്ടോണ്ട് വന്നതാണെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അതിനേശം അച്ഛനും വന്ന് അവൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അമ്മയാണ് ഭയങ്കര ദേഷ്യത്തി ഇവളിപ്പോ വഴക്ക് പറഞ്ഞില്ല, പിന്നെ അവസാനം ഇവള് പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ കട്ടോണ്ട് വന്നിക്കുമെന്ന് പറഞ്ഞ് അവളോട് അവസാനം ചോദിക്കും ഈ സെൽഫോൺ ഇവൾക്ക് സത്യത്തിൽ എങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ അവളാണ് സത്യം പറയാതെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഇവൾക്ക് കഴിഞ്ഞ ആഴ്ച കളഞ്ഞിട്ടിയതാന്ന് പറയും. അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് വിശ്വാസം വരാതെ എങ്കിൽ പിന്നെ സ്കൂളിൽ തന്നെ ഇന്ന് പോയി ചോദിക്കാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം.